So നമ്മൾ ഇതുവരെ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിച്ചത് അല്ലേ. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻലി ഇൻടു അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ ആൻഡ് ഓൾസോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു മെറ്റാലിക് സോളിഡ്സ്, കോവലന്റ് സോളിഡ്സ്, അയണിക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്രിസ്റ്റൽ ലാറ്റിസസ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത സോളിഡ് സ്റ്റേറ്റിന്റെ കുറെ പെക്യുലാരിറ്റീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്രിസ്റ്റൽ ലാറ്റിസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രിസ്റ്റൽ ലാറ്റിസ് ഇവിടെ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് എ റെഗുലർ ആൻഡ് പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു പെക്യുലാരിറ്റി നമ്മൾ പറഞ്ഞതാണ്, അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് 3-dimensional arrangement of constituent particles of a crystal in space with each particle depicted as a point is called crystal lattice. ഇനി ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണ്. ആ ക്രിസ്റ്റലിനെ നമ്മൾ 3-dimensionally അറേഞ്ച് ചെയ്യുകയാണ്. സ്പേസിൽ ഒരു ക്രിസ്റ്റലിനെ 3-dimensionally അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ആ ക്രിസ്റ്റലിനകത്തിലുള്ള ഓരോ പാർട്ടിക്കിളിനെയും നമ്മൾ പോയിന്റ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രിസ്റ്റലിനകത്തിലുള്ള ഓരോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമുക്ക് ആറ്റംസ് എന്നും പറയാം. അവയെ നമ്മൾ പോയിന്റ്സ് ആയിട്ടാണ്, പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 3-dimensionally ഒരു ക്രിസ്റ്റലാണ്, അതിനെ നമ്മൾ 3-dimensionally അറേഞ്ച് ചെയ്തു. അതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3-dimensional അറേഞ്ച്മെന്റ് ആണ്. സോ ദ 3-dimensional arrangement of a crystal in space where the particle in the crystal are represented by using points. Okay, that arrangement is known as crystal lattice. Okay ആണല്ലോ. യെസ്, അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് there are only 14 possible 3-dimensional lattices and which is known as Bravais lattices. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്രിസ്റ്റൽസിനെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നതിൽ 14 ആണ് 3-dimensional അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലെ ക്രിസ്റ്റൽ ലാറ്റിസ് 14 ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ 14 ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റിനെ Bravais lattices എന്നാണ് നമ്മൾ കോമൺലി വിളിക്കുന്നത്. ഓക്കെ, then each point in a lattice is called lattice point or lattice site. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ പോയിന്റും കാണിച്ചു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിലെ. ഈ ഓരോ പോയിന്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കാം, അതല്ല എങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി എന്താണ്, ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് സിഗ്നിഫൈസ് വൺ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ ബി ആറ്റം, എ മോളിക്യൂൾ ഓർ ആൻ അയോൺ. അപ്പൊ ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ലാറ്റിസിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പോയിന്റ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഓരോ പോയിന്റും ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അതും അല്ലെങ്കിൽ അയോണും ആകാം. Okay, then lattice points are joined together using straight lines to identify the geometry of the lattice. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ പോയിന്റ്സിനെ ഞാൻ ഓരോ പോയിന്റിനെയും ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ആ ഒരു ലാറ്റിസിന്റെ ജോമെട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇവയെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മീൻ ബൈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, ദ 3-dimensional അറേഞ്ച്മെന്റ് ഓഫ് ഒരു ക്രിസ്റ്റലിനകത്തിലെ പാർട്ടിക്കിളിനെ നമ്മൾ സ്പേസിൽ 3-dimensional ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണ്. അതിൽ ഓരോ പാർട്ടിക്കിളിനെയും നമ്മൾ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ്സ് ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അല്ലെങ്കിൽ അയോൺസും ആകാം, അല്ലെ. അതേപോലെ 14 3-dimensional lattices ഉണ്ട്. They are known as Bravais lattices, and each point in a lattice is known as lattice point or lattice site, and lattice points are joined together by using straight line in order to get the geometry of the crystal. Okay ആണല്ലോ. സോ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി.
ഇനി നോക്കിക്കേ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിലുള്ള 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെൽസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് സെൽസ്? The unit cell can be described as the smallest portion of a crystal lattice. ഒരു ക്രിസ്റ്റലിനകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ എന്ന് പറയും. ഓക്കെ, സോ യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ പോർഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച അതേ ഫിഗറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ക്യൂബാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, ഒരു ക്യൂബ് പോലെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ യൂണിറ്റ് സെല്ലിനെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ക്യൂബ് പോലെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതുപോലെ, ഇതിപ്പോൾ ഒരു ഇതിപ്പം നിങ്ങൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിൽ നോക്കുക, ഒരു വലിയ ക്യൂബാണ്, ഒരു വലിയ ക്രിസ്റ്റൽ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ കുറേ ചെറിയ ചെറിയ ക്യൂബുകളുടെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നിങ്ങളെ സർക്കിൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്, ആ ഒരു ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ ക്രിസ്റ്റൽ, അതിനകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എന്താണ്, ഇപ്പൊ 2 ലാറ്റിസ് പോയിന്റുകൾ തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ പോയിന്റിനെയും അല്ലെങ്കിൽ ഓരോ പോയിന്റിനെയും ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനെ ഞാനൊരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ക്രിസ്റ്റൽ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, ക്രിസ്റ്റൽ ലാറ്റിസ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾക്ക് കാണാം, ഇതിനകത്തിലെ 3 ഡയമെൻഷണൽ ഒരു ക്യൂബ് പോലെയുള്ള ഒരു ഫിഗർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് കരുതുക. ഇതിനകത്തിലെ ഓരോ ചെറിയ ക്യൂബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഓരോ ചെറിയ ചെറിയ ക്യൂബിനെ. അപ്പൊ ആ ഓരോ ചെറിയ ക്യൂബിനെ ഇത്ര ഒരു പോർഷൻ, അപ്പൊ അത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം. കണ്ടോ, ഇതൊരു ചെറിയ ക്യൂബാണ്, ഇതിനകത്തിൽ വരുന്ന ഒരു ചെറിയ ക്യൂബാണിത്. അപ്പൊ ഇതെന്താണ്? യൂണിറ്റ് സെല്ലാണ്. അപ്പൊ ഇത് ടോട്ടലി നമുക്ക് എന്ത് വിളിക്കാം? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കാം. അതിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പറയാം. അതിനു മുമ്പേ ഒരു യൂണിറ്റ് സെല്ലിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറയാം. So now you are familiar with what is meant by crystal lattice and what is a unit cell. Okay, then unit cell have parameters. A unit cell is characterized by its dimensions along the 3 edges, that is A, B and C, which may or may not be mutually perpendicular. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് സെൽ എന്താണെന്ന് പറഞ്ഞു. ആ യൂണിറ്റ് സെല്ലിനകത്തിൽ കുറച്ച് പാരാമീറ്റേഴ്സ്, കുറച്ച് മെഷർമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഡയമെൻഷൻസ് അലോങ് ദ 3 എഡ്ജസ്. അപ്പം ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ എഡ്ജസിനകത്തിലെ ABC എന്ന് നമുക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. എഡ്ജസിൽ ABC എന്നുള്ള രീതിയിൽ പേര് കൊടുക്കാം. അതേപോലെ തന്നെ ആംഗിൾസ് ബിറ്റ്വീൻ ദ എഡ്ജസ്, ആ ഓരോ എഡ്ജസും തമ്മിലുള്ള ആംഗിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ, ബീറ്റ, ഗാമ എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിവിടെ ഒരെണ്ണം നമുക്ക് വരച്ചു നോക്കാം. യെസ്, അപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അതിനെ ഒന്ന് വലുതാക്കി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് സെല്ലിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഡയമെൻഷൻസ് അലോങ് ദ 3 എഡ്ജസ് A, B and C അല്ലേ? അതിന്റെ ഡയമെൻഷൻസ് 3 എഡ്ജസ് ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ അത് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് A, B and C. ഏത് എഡ്ജ് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. ഒന്ന് ഇങ്ങോട്ടുള്ളത്, ഒന്ന് ഇങ്ങോട്ട്, ആൻഡ് ദെൻ ഹിയർ A, B and C. Okay, then next one, angles between the edges. ഈ എഡ്ജസിന് ഇടയിൽ വരുന്ന ആംഗിൾസിനെ നമ്മൾ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കാണിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ, യെസ്, ഹിയർ alpha, then here beta and then here gamma.
Okay, അപ്പോൾ 6 parameters ആയല്ലോ. Okay, so a unit cell have 6 parameters, that is edges A, B and C, and the angle between the edges alpha, beta and gamma. Okay, അപ്പോൾ ഇതാണ് യൂണിറ്റ് സെൽ എന്നുള്ളതും അതിന്റെ പാരാമീറ്റേഴ്സ് ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായി. ഓക്കെ ആണല്ലോ. Then next one, ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ തന്നെ നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും പറയാം കേട്ടോ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈസ് ഓൾസോ നോൺ സെന്റേർഡ്, നോട്ട് സിമ്പിൾ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈസ് ഓൾസോ നോൺ ആസ് സിമ്പിൾ യൂണിറ്റ് സെൽ കേട്ടോ. സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് കേട്ടാലും പ്രിമിറ്റീവ് തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക. Okay, then what is mean by primitive unit cell? If the constituent particles of a crystal lattice are present only on the corner positions of a unit cell, then it is known as a primitive unit cell. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നത് അവരുടെ കോർണറിൽ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിലെ ഒരു യൂണിറ്റ് സെല്ലിനെയാണല്ലോ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്തില് പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്നത് കോർണറിൽ മാത്രമാണ്. നോക്കിയേ, അപ്പൊ ആ കോർണർ ആണ് ഇവിടെ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഈ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തിലെ ഒരു യൂണിറ്റ് സെല്ലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്തിലെ പാർട്ടിക്കിൾസ് ഓൺലി പ്രസന്റ് ഓൺ ദി കോർണർ. കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നുള്ളെങ്കിൽ such type of unit cell is known as primitive unit cell or simple unit cell. അപ്പോൾ നമ്മൾ അത് ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്? ഒരു യൂണിറ്റ് സെൽ നമുക്ക് വരയ്ക്കാം അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് സെൽ വരച്ചത്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ സിമ്പിൾ യൂണിറ്റ് സെൽ ആണ് വരയ്ക്കുന്നതെങ്കിൽ 8 കോർണേഴ്സ് ആണ് ഇതിനുള്ളത്. ആ 8 കോർണേഴ്സിൽ മാത്രമായിരിക്കും പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുക. പാർട്ടിക്കിൾസ് പ്രസന്റ് ഓൺലി അറ്റ് ദി കോർണർ ഓഫ് ദി യൂണിറ്റ് സെൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത് മനസ്സിലായി. ദെൻ മൂവിങ് ടു ദ സെക്കൻഡ് ടൈപ്പ് ഈസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. If the constituent particle of a crystal lattice are present at positions other than corners in addition to those at the corners, then it is called centered unit cell. അതായത് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്തിൽ കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നതാണ് പറഞ്ഞത്. അതേസമയം സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. അതുകൂടാതെ മറ്റ് ഏതെങ്കിലും ഒരു പൊസിഷനിലും കൂടി പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ആർ നോൺ ആസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഇനി ഈ സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ ഇൻ അഡീഷൻ ടു കോർണേഴ്സിനെ കൂടാതെ തന്നെ മറ്റ് പൊസിഷൻസിൽ പാർട്ടിക്കിൾസ് വരുന്നതിന്റെ ബേസിസിൽ നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെൽ ഈസ് ഫർദർ classified into different types, and the first classification of centered unit cell is body centered unit cell or BCC. അപ്പോൾ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമുക്ക് BCC എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ഓൾസോ അറ്റ് ദി ബോഡി സെന്റർ. അപ്പൊ ഇവിടെയും പാർട്ടിക്കിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർണറിലും പ്രസന്റ് ആയിരിക്കും, പക്ഷെ അത് കൂടാതെ ആ ബോഡിയുടെ സെന്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. സോറി, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫിഗർ വരയ്ക്കാം. അപ്പൊ ഇതിനകത്തില് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ്. അത് കൂടാതെ നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിൽ എന്ത് വരും? ഒരു പാർട്ടിക്കിളും കൂടി വരും. ഓക്കെ, അപ്പോൾ 2D പ്ലെയിനിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കോർണേഴ്സിൽ കൂടാതെ സെന്ററിൽ കൂടി ഒരു പാർട്ടിക്കിൾ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂണിറ്റ് സെല്ലിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതിനകത്തിൽ നേരത്തെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കാണിച്ചപ്പം നമ്മൾ അതിന്റെ കോർണറിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്തുള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് ഇനി അത് ബോഡി സെന്റേർഡ് വരുമ്പം ഈ കോർണർ കൂടാതെ തന്നെ എന്താണ് ഇതിന്റെ
സെല്ലിന്റെ സെന്ററിലായിട്ടും എന്ത് വരും, ഒരു പാർട്ടിക്കിൾ വരും. സോ ദിസ് ഈസ് നോൺ ആസ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. So now we are moving to the second category of centered unit cell, that is face centered unit cell. അപ്പോൾ centered unit cell ന്റെ first category body centered unit cell ആണ്. അതിനകത്തിൽ particles are present as well as at the corners and also at the center of the body എന്നാണ് പറഞ്ഞത്. But in the case of face centered unit cell, the particles are present at the corners of the unit cell and also particle are present at the center of each face. അപ്പോൾ ഒരു യൂണിറ്റ് സെൽ എടുത്താൽ നമ്മളൊരു ക്യൂബാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തിൽ കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കൂടാതെ അതിൻ്റെ ഓരോ ഫേസിൻ്റെയും സെന്ററിലും ഓരോ പാർട്ടിക്കിൾ വീതം ഉണ്ട്. Such type of centered unit cell is known as face centered unit cell. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അതൊന്ന് വരച്ച് നോക്കാം. അപ്പം നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ ഒരു യൂണിറ്റ് സെല്ല് വരയ്ക്കുക. ക്യൂബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വരച്ചു അല്ലേ? യെസ്. അതിനകത്തില് പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട് എന്ന് പറഞ്ഞു. സോ 1 2 3 4 5 6 7 and 8. ഓക്കെ, 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഇൻ അഡീഷൻ ടു ദിസ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ഈച്ച് ഫേസ്. അപ്പൊ നമ്മളൊരു ക്യൂബ് ആയതുകൊണ്ട് തന്നെയും ഇതിന് 6 ഫേസസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഓരോ ഫേസിന്റെയും സെന്ററിൽ ഓരോ പാർട്ടിക്കിൾ. നമുക്ക് 2 ഡയമെൻഷനലി അത് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഇമാജിനേഷനിലൂടെ നമ്മളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതൊരു ഫേസ് ആണ്. ഇവിടെ ഒരു എന്താണ് പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, 1. ദെൻ അതല്ല എങ്കിൽ ഞാൻ വേറൊരു കളറിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. യെസ്. അപ്പോൾ ഇത് ഒരു ഫേസ് ആണ്. ഇതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫേസ് ഇവിടെയാണ്. ഇവിടെയും സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, ദെൻ അതർ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്. അവിടെയും സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ഈ സൈഡിൽ ഒരു ഫേസ് ഉണ്ട്. അവിടെയും ഒരു പാർട്ടിക്കിൾ. അപ്പൊ 4 ആയി. ഓക്കെ, ഇനി 2 ഫേസും കൂടെ ഉണ്ട്. ഒന്ന് മുകളിലും ഒന്ന് താഴെയുമാണ് അല്ലേ? അപ്പോൾ മുകളിലത്തെ ഈ ഫേസ് ആണ്. ഇവിടെ അതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ദെൻ താഴത്തെ ഈ ഫേസ് ആണ്. അതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ 6 ഫേസസ് ഉണ്ട്. ആ 6 ഫേസിന്റെയും സെന്ററിലായിട്ട് ഓരോ പാർട്ടിക്കിൾ ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ സെക്കൻഡ് കാറ്റഗറി ആണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അത് മനസ്സിലാക്കാൻ ഒരു ഫിഗറും കൂടി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർണേഴ്സിൽ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉണ്ട്. അത് കൂടാതെ ഓരോ ഫേസിന്റെയും സെന്ററിലായിട്ട് പാർട്ടിക്കിൾ. ഇത് ഈ ഫേസിന്റെ സെന്ററിൽ വരുന്നതാണ്. അപ്പൊ സെന്റർ കാണിക്കാനാണ് എക്സാക്ട് അവർ ലൈൻസ്, ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സെന്ററിൽ, ഓരോ ഫേസിന്റെയും സെന്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ? പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ആസ് വെൽ ആസ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസസ്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ സോ കണ്ടോ, അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓഫ് എ യൂണിറ്റ് സെൽ ആർ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ഈച്ച് ഫേസ് ബിസൈഡ്സ് ദി വൺ ദാറ്റ് ആർ അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ. എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. പക്ഷെ അത് കൂടാതെ 2 ഓപ്പോസിറ്റ് ഫേസിന്റെ സെന്ററിൽ കൂടി പാർട്ടിക്കിൾ വരും. എങ്ങനെയാണ്? ഇൻ അഡീഷൻ ടു ദി കോർണേഴ്സ്, സെന്റേഴ്സ് ഓഫ് 2 ഓപ്പോസിറ്റ് ഫേസസ്. ഓപ്പോസിറ്റ് ഫേസ് ഏതെങ്കിലും ഒരെണ്ണം, അതായത് എന്താ, ഇപ്പൊ ഈ മുകളിലും താഴെയും ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ഫേസ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ സെന്ററിലും കൂടി എന്ത് വരും? പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതാണ്. അത് ഈ 2 എടുക്കണമെന്നില്ല. ഈ 2 ഓപ്പോസിറ്റ് ഫേസ് ആയാലും മതി, അല്ലെ ഇങ്ങനെ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ഫേസ് ആയാലും മതി. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിന്റെ സെന്ററിൽ കൂടി പാർട്ടിക്കിൾസ് വരുവാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് സെന്റേർഡ് യൂണിറ്റ് സെൽ ആർ നോൺ ആസ് എൻ സെന്റേർഡ് യൂണിറ്റ് സെൽ.
ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യൂണിറ്റ് സെൽ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് primitive unit cell or simple unit cell, which means the particles are present at the corners of the unit cell. Okay, then the second category is centered unit cell. Centered unit cell, which means that the particles are present as well as at the corners and then any of the positions. Okay, then based on that positions, centered unit cell are further classified into three types, that is body centered cubic unit cell or BCC. Okay, in the case of BCC, the particles are present as well as at the corners of the unit cell and also present at the center of the body. And the second category is face centered unit cell or FCC. In the case of FCC, the particles are present as well as at the corners of the unit cell and also present at the center of each face. Okay, then next category is end-centered unit cell. In the case of end-centered unit cell, the particles are present as well as at the corners of the unit cell and also present at the center of the two opposite faces. Okay, so these are the classifications of unit cell. So now you are familiar with what is meant by unit cell and the different types of unit cell, right? Yes. Then we are going to discuss the number of atoms per unit cell. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ യൂണിറ്റ് സെൽ, ഇപ്പം നമ്മൾ പ്രിമിറ്റീവും സെൻറ്റേർഡും പഠിച്ചല്ലോ, അതിലെ ഓരോ യൂണിറ്റ് സെല്ലിലും അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ഈച്ച് യൂണിറ്റ് സെൽ. സോ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സെൽ? ഈസ് പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലേ? യെസ്. സോ നമുക്ക് അതിനകത്തിലെ പാർട്ടിക്കിൾസിന്റെ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ നമ്മുടെ ഫിഗർ ഓർമ്മയുണ്ടല്ലോ, ദ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ, അതാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര കോർണർ ഉണ്ട്? നമ്മളിപ്പോ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്തു, അതിനകത്തിൽ എത്ര കോർണർ ഉണ്ട്? 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ? ഇവിടെയും 4, ഇവിടെയും 4, അപ്പൊ ടോട്ടൽ 8 കോർണേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി 8 കോർണേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ അത് 8 എന്ന് എഴുതി. 8. ഇനിയും ഓരോ കോർണറും എത്ര പാർട്ടിക്കിളിനെ വീതം ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം, ഓരോ യൂണിറ്റ് സെല്ലിന്റെ. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഇമാജിൻ ചെയ്താൽ മതി. അപ്പൊ അതിനകത്തില് നമുക്കറിയാം, ഇതിലെ ഒരു ക്യൂബ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്, ഈ ഒരു ക്യൂബ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇതിനകത്തില് 8 കോർണേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആണ്, ഇങ്ങോട്ടും അറ്റാച്ച്ഡ് ആണ്, അങ്ങനെ അറ്റാച്ച്ഡ് ആണെന്ന് കരുതുക. എന്നിട്ട് അതിനകത്തിലെ ഈ ക്യൂബിന്റെ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു യൂണിറ്റ് സെല്ലുമായിട്ട് അറ്റാച്ച്ഡ് ആണല്ലോ. യെസ്, വേറൊരെണ്ണവുമായിട്ട് അറ്റാച്ച്ഡ്. അപ്പൊ ഇതിന്റെ ഒരു കോർണർ, ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണർ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണർ ഇതാണ്. ഈ കോർണറും ഈ യൂണിറ്റ് സെല്ലിന്റെ കോർണറും കൂടെ ഒരു പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു ക്യൂബാണ് നമ്മുടെ ഒരു യൂണിറ്റ് സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് വേറൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പൊ ഈ 2 യൂണിറ്റ് സെല്ലും കൂടെ അതിന്റെ ഒരു കോർണർ നോക്കിയാൽ അവരുടെ 2 പേരുടെയും കോർണർ ഒരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഷെയറിംഗ് ഉണ്ട്. ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെയും ഷെയറിംഗ് വരും, ഇവിടെയും ഷെയറിംഗ് വരും. എന്ന് വെച്ചാൽ 8 കോർണർ ഉള്ള ഒരു യൂണിറ്റ് സെല്ലില് ഓരോ കോർണറും മറ്റു യൂണിറ്റ് സെല്ലുമായിട്ട് ഒരു പാർട്ടിക്കിളിനെ വീതം എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യുന്ന പാർട്ടിക്കിൾ 1/8 കോർണർ ഉള്ളതിൽ ഓരോന്ന് വീതം ഷെയർ ചെയ്യുന്നത് കൊണ്ട് 8 × 1/8 എന്ന് എഴുതി. സോ എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് 1. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്തിൽ ആറ്റത്തിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ടോട്ടൽ കോർണറിലാണ് ആറ്റംസ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ ടോട്ടൽ കോർണർ എത്ര ഉണ്ടെന്ന് നോക്കണം. ഓരോ കോർണറിലും മറ്റു യൂണിറ്റ് സെല്ലുമായിട്ട് എത്ര പാർട്ടിക്കിൾ ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതും നോക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് എന്ത് കിട്ടുന്നത്? total number of atoms present kittunnathu. So total number of atoms present in primitive unit cell is 1. ആ 1 എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണിത്. അപ്പോൾ അതിന്റെ ആ ഒരു ഇമാജിനേഷൻ ആണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? അവർ 1 2 3 4 എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. താഴോട്ടും, അതായത് ഓരോ യൂണിറ്റ് സെല്ലും കണ്ടോ ഓരോരുത്തരെ വീതം ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു യൂണിറ്റ് സെല്ല്, ഇതൊരു യൂണിറ്റ് സെല്ലാണ്.
ആണെങ്കിൽ ഇവരുടെ ഒരു കോർണർ ഷെയർ ചെയ്യുന്നത് ഒരു പാർട്ടിക്കിളിനെയാണ്. അപ്പോൾ ആ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ്, number of particles present in body centered cubic unit cell or BCC. BCC ക്കകത്തിൽ എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി ബോഡി സെന്റേർഡിനകത്തിൽ എങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത്? യെസ്, പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദി കോർണേഴ്സിലും ഉണ്ട്, അതേപോലെ തന്നെ പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് ദ ബോഡി. ആ ഹോൾ ബോഡിയുടെ സെന്ററിലും എന്തുണ്ട്? ഒരു പാർട്ടിക്കിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടത് കോർണറിൽ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കോർണറിൽ പ്രസന്റ് ആയതിന്റെ നമ്പർ നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാ? 1 ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ടോട്ടൽ 8 കോർണർ ഉണ്ട്. അതിനകത്തിൽ ഓരോ കോർണറും ഒരു പാർട്ടിക്കിളിനെ വീതം ഷെയർ ചെയ്യുന്നത് കൊണ്ട് 8 × 1/8 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോർണറിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇനി എന്താണ്? ടോട്ടൽ ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ അത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഈ 1ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോഡി സെന്ററിലുള്ള ഒരു പാർട്ടിക്കിളും കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര വരും? 2 വരും. 1 + 1 = 2. അപ്പൊ ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 8 കോർണേഴ്സ് ഇൻറ്റു 1/8 പെർ കോർണർ ആറ്റം ആണ് 1 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അതിനുശേഷം 1 ബോഡി സെന്റർ ഉണ്ട്. ഒരു സെന്റർ അല്ലേ ഉള്ളൂ, അതാണ് 1 ആറ്റം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ കോർണറിൽ നമുക്ക് കിട്ടിയ 1 ആറ്റവും ബോഡിയുടെ സെന്ററിലുള്ള ഒരു ആറ്റവും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1 + 1 = 2 എന്ന് വരും അല്ലെ. ഒറ്റ അടിക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതാം 1/8 × 8 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. സോ ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ? 2 ആറ്റംസ് ആർ പ്രസന്റ്. ക്ലിയർ ആണല്ലോ? ദെൻ മൂവിങ് ടു ഫേസ് സെന്റേർഡ്. ഇനി ഫേസ് സെന്റേർഡിനകത്തിൽ എത്ര ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതേ പാറ്റേണിൽ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫേസ് സെന്റേർഡിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താണ്? atoms or particles are present as well as at the corners and also center of each face അല്ലെ. കോർണേഴ്സിലും പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ്, ഓരോ ഫേസിന്റെയും സെന്ററിലും പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ കോർണേഴ്സിൽ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിളിന്റെ നമ്പർ നമുക്ക് കിട്ടി. എത്രയാണ്? 1. അത് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ്. ഓക്കെ, 1 അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് കൂടാതെ ഫേസിന്റെ സെന്ററിൽ, ഓരോ ഫേസിന്റെയും സെന്ററിലാണ്. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് സെൽ ഒരു ക്യൂബായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഹൗ മെനി ഫേസസ്? എത്ര ഫേസ് ഉണ്ട് ഇതിന്? 6 ഫേസ് ഉണ്ട് അല്ലേ. 1 2 3 4 5 and 6 അങ്ങനെ 6 ഫേസസ് ഇതിനകത്തിലുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് നമ്മൾ 6 എഴുതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഫേസും എത്ര പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ നേരത്തെ ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്തത് എടുത്തു. അപ്പൊ ഇതിനകത്തിൽ ഇത് ഓരോന്നും ഓരോ യൂണിറ്റ് സെല്ലുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 2 യൂണിറ്റ് സെല്ല് നിങ്ങൾ നോക്കിക്കേ, ഈ മുകളിലുള്ള 2 യൂണിറ്റ് സെല്ല് നോക്കുക. ഓക്കെ, ഈ ആദ്യത്തെ യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസും ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഫേസ് ആയി? 2 ഫേസ് ഷെയർ ചെയ്തു അല്ലെ. അതായത് ഈ യൂണിറ്റ് സെല്ലിന്റെ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഈ യൂണിറ്റ് സെല്ലിന്റെ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുന്നില്ലേ ഇവിടെ? അപ്പൊ ടോട്ടൽ എത്ര ഷെയർ ചെയ്യുന്നുണ്ട്? 2 പാർട്ടിക്കിൾസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിന്റെ ഹാഫ് ഇത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 6 × 1/2. മനസ്സിലായോ? സോ 6 × 1/2 = 3 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോർണറിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ 1 കിട്ടി, ഓരോ ഫേസിന്റെയും സെന്ററിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ നമുക്ക് 3 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ എങ്ങനെ വരും? 1 + 3 = 4. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഈസ് 4. അപ്പൊ എങ്ങനെയാണ് ആ 4 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 8 × 1/8 + 6 × 1/2 which is equal to 4. ഇങ്ങനെ ഒരുമിച്ച് എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, സോ അതാണ് 6 ഫേസ് സെന്റേർഡ് ആറ്റംസ് × 1/2 പെർ യൂണിറ്റ് സെൽ. ഇത് ഒരു യൂണിറ്റ് സെൽ ഷെയർ ചെയ്യുന്നതാണ് എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് 6 × 1/2 = 3 ആറ്റംസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് 4. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് ദ മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഈച്ച്
cubic unit cell. Okay, in the case of primitive unit cell, particles are present at the corners. So there are total 8 corners and each corner is shared by one particle. So the number of atoms present in primitive unit cell is 8 into 1 by it is equal to 1. But in the case of body centered unit cell, particles are present at the corners and also the center of the body. So the number of atoms present at the corners is 1 and plus the particle present at the center of the body, that is 1. So total number of atom is 1 plus 1 is equal to 2. Okay, in the case of face centered cubic unit cell, the particles are present at the corners of the unit cell and also present at the centers of each faces. So in the case of corners, there are total 1 atom, and in the case of the center of each faces, total number of faces is 6 and it is shared by 2 atoms, that is 6 into 1 by 2 which is equal to 3. So total number of atoms present in FCC is 1 plus 3 which is equal to 4. So ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.